നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ജസ്റ്റിസ് കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് ഈ റിലേഷനിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എന്താണോ യൂണിവേഴ്സിലോട്ട് കൊടുക്കുന്നത്, അതായത് ഈ റിലേഷൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നതാണ്. നിങ്ങൾ എന്താണോ യൂണിവേഴ്സിലോട്ട് കൊടുക്കുന്ന എനർജി, അതിനനുസരിച്ചുള്ള ഒരു എനർജി തന്നെയായിരിക്കും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ റിലേഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷനിൽ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണിൽ എത്ര ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹമുണ്ട്, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സ്നേഹവും ഫീലിങ്സും നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി മാറി നിന്നാലും നിങ്ങൾ ഈ ഒരു സ്നേഹത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇത് എത്ര മാറി നിന്നാലും ഇത് നഷ്ടപ്പെടില്ല, ഈ റിലേഷൻ ഒരിക്കലും എന്നെ വിട്ടു പോവില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത്, ഇപ്പം ചിലർ റിലേഷനിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ആളുകളായിരിക്കും, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പക്ഷെ എന്നിട്ടും ചിലർ ഈ പേഴ്സൺ എന്നെ വിട്ടുപോകുമോ എന്നൊക്കെ ചോദിച്ച് റീഡിങ് എടുക്കാറുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. അതിൻ്റെ കാരണം എന്താ, നിങ്ങൾക്ക് സെൽഫ് ഡൗട്ടാണ്. അതായത് നിങ്ങളെ സ്നേഹിക്കാൻ കൊള്ളില്ല എന്നോ, നിങ്ങൾ അത്രയും ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരാളല്ലാന്നോ, നിങ്ങളെ വിട്ട് ഈ പേഴ്സൺ പോകുന്നുള്ളതൊക്കെ നെഗറ്റീവ് തിങ്കാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡിസിഷനിലോട്ട് നിങ്ങൾ പോകുന്നത്. അങ്ങനെ പുറത്തു നിന്നുള്ള ഒരാളുടെ കൂടി ഒരു കൺഫർമേഷനിൽ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ കൂടി നിങ്ങളോട് പറഞ്ഞാലേ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുള്ളൂ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എത്ര സ്നേഹമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ റിലേഷനിൽ ഇരിക്കുന്ന നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക? നിങ്ങൾക്കല്ലേ ക്ലാരിറ്റി വേണ്ടത്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കാണ് ക്ലാരിറ്റി വേണ്ടത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോവില്ല എന്നുള്ള കോൺഫിഡൻസ് വേണ്ടത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇത് ഒരു പ്രശ്നവും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷനിൽ ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇവരെന്നെ വിട്ടുപോവോ, ഇഷ്യൂസ് ഉണ്ടാവോ എന്നൊക്കെ ചോദിച്ച്, അപ്പം നിങ്ങൾ ഇപ്പോഴേ നെഗറ്റീവായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ ഇപ്പോഴേ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഫ്യൂച്ചറിൽ ഇവരെന്നെ വിട്ടുപോകും, പ്രശ്നങ്ങൾ ഉണ്ടാവും, ഈ റിലേഷൻ എൻ്റെ ലൈഫിൽ നിൽക്കില്ല എന്നുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ആ ഒരു പ്ലാനിങ് നിങ്ങൾ യൂണിവേഴ്സിലോട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു പ്ലാനിങ് കൺഫേം ആണോ അല്ലയോ എന്നറിയാനാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിങ്ങളത് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പ്രശ്നവും ഇല്ലാത്ത ആളുകൾ വെറുതെ റീഡിങ് എടുക്കുക, അല്ലെങ്കിൽ വെറുതെ ഓവർ തിങ്ക് ചെയ്യുക, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ചോദിക്കുമ്പോൾ അവരുടെ റിലേഷൻ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നു, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇനി പ്രശ്നം ഉണ്ടാവോ എന്നുള്ള, അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പ്രശ്നം ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിന് കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ ആ ഒരു എനർജി യൂണിവേഴ്സിൽ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതല്ലേ മാനിഫെസ്റ്റ് ആവുന്നത്. പേജ് ഓഫ് വാൻസ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു കമ്മ്യൂണിക്കേഷന്, ഒരു ആക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. മാത്രമല്ല അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലാണെങ്കിൽ നിങ്ങളെ കുറിച്ച് അറിയാനും, നിങ്ങളിപ്പോൾ എന്ത് സിറ്റുവേഷനിലാണ്, നിങ്ങൾ ഹാപ്പി ആണോ, നിങ്ങൾ സുഖമായിട്ടിരിക്കുകയാണോ എന്നൊക്കെ അറിയാൻ അവർ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി സെർച്ച് ചെയ്യുന്നതായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അറിയാൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ, നിങ്ങളോട് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്.
അവർ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ സെൽഫ് ഗ്രോത്തിലോട്ട് അവർ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇവർ അവരുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യാം. അല്ലാതെ ഈ പേഴ്സൺ എന്നെ വിട്ടുപോകുമെന്ന് ചോദിച്ചിട്ട് ഇവരുടെ പിറകെ ചേസ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് ഫോക്കസ്ഡ് ആകുമ്പോൾ അവർ നിങ്ങളുടെ അടുത്തോട്ട് വന്നോളും. അല്ലാതെ ഇവരുടേതായ ഇപ്പം ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു കമ്മിറ്റ്മെന്റിലോട്ടൊക്കെ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി വേണം മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. അപ്പോൾ അതിന് വേണ്ടി അവരുടേതായ ലെവലിൽ അവർ വർക്ക് ചെയ്ത് അവരൊരു സെൽഫ് ഗ്രോത്തിലോട്ട് പോകാൻ ശ്രമിക്കുമ്പം നിങ്ങളും അതുപോലെ നിങ്ങളുടെ ലൈഫ് ഒരു സ്റ്റെബിലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ നിങ്ങളും ശ്രമിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആ സമയത്ത് നിങ്ങൾ ഒരാളെ ചേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എനർജി ടൈം എല്ലാം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വേസ്റ്റ് ചെയ്യാതിരിക്കുക. അവർ ചെയ്യുമ്പം അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു സെൽഫ് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്കും പറ്റും. നിങ്ങളും അത് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, 8 ഓഫ് സോഴ്സ് എനർജിയാണ്. ഓവർ തിങ്കിങ് ആണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യരുത്. നിങ്ങൾ ഈ റിലേഷനെ കുറിച്ച് നെഗറ്റീവായി തിങ്ക് ചെയ്യാതെ നിങ്ങളുടെ ഗ്രോത്തിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് വളരണം, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഓവർ തിങ്ക് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും സമയം ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടേതായ സമയം കണ്ടെത്തി നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ ഒക്കെ ആ ഒരു റിലേഷൻ നല്ല സ്മൂത്ത് ആയിട്ട് പോവും. അല്ലാതെ ലൈഫിൻ്റെ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഒരു 3/4 ഭാഗവും നിങ്ങൾ റിലേഷന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ ശരിയാവുക? അങ്ങനെ ചെയ്താൽ ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്നുണ്ടായിരിക്കും. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അവരുടെ ഗ്രോത്ത് അല്ലെങ്കിൽ അവരുടെ വളർച്ച, ലൈഫിൽ എന്തെങ്കിലും ആവണം എന്നുള്ള ഒരു ലക്ഷ്യം, അതൊക്കെ അവിടെ തടസ്സപ്പെടുകയല്ലേ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ ഒരു ലൈഫ് ഗ്രോത്തിലോട്ട് നിങ്ങളും ഫോക്കസ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ആയിത്തീരാൻ നിങ്ങളും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ രണ്ടുപേരുടേതായ ഒരു ബിസി ടൈം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ബിസി ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സമയം കണ്ടെത്തും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാനും പറ്റും. ഒരുപാട് സമയം നമ്മൾ ഈ റിലേഷൻ തന്നെ ഇരിക്കുമ്പോൾ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവും, പിന്നെ അത് കോംപ്രമൈസ് ചെയ്യലായി, പിന്നെ വഴക്കാവും, അങ്ങനെ ആവും. പക്ഷെ ഇങ്ങനെ ആവുമ്പോൾ ഒരു കുറച്ച് സമയമാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ആ സമയം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ആ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനും പറ്റും. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയുള്ള ഒരു കണക്ഷൻ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താ നടക്കുന്നത്, നിങ്ങളെന്താ ചിന്തിക്കുന്നത്, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് ശരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അറിഞ്ഞോളന്നില്ല. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് വന്നാൽ തന്നെ അത് റിലേഷനെ നെഗറ്റീവായി ബാധിക്കും. ഒന്നിച്ച് ഒരു വീട്ടിനകത്ത് കഴിയുന്നവരാണെങ്കിൽ മാത്രമേ രണ്ടുപേർക്കും അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് ഒരുപാട് അകലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള റിലേഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് കമ്മ്യൂണിക്കേഷൻ വഴി നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് സമയമാണെങ്കിൽ ആ ഒരു കുറച്ച് സമയം സ്നേഹിക്കുക, ബാക്കി സമയം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അങ്ങനെ റിലേഷൻ നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പും നന്നാവും, നിങ്ങളുടെ ലൈഫും നന്നാവും, എല്ലാ രീതിയിലും നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, 8 ഓഫ് വാൻസ് ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്ത തന്നെയാണ് അവർക്കുള്ളത്. ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് ആണെങ്കിൽ എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള ചാൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം. ഇഫ് യു ബിലീവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷനിൽ എത്രമാത്രം വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾ ഈ റിലേഷനെ ഒരു ആത്മാർത്ഥതയോടെയാണ് കാണുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണ് കാണുന്നത്, അതിനനുസരിച്ചാണ് നിങ്ങളുടെ റിലേഷൻ്റെ ഫ്യൂച്ചർ ഉണ്ടാവുക. നിങ്ങൾ റിലേഷൻ സ്മൂത്തായി പോകുമ്പോഴും നെഗറ്റീവായി ചിന്തിച്ചാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാവും ഫ്യൂച്ചറിൽ ഉണ്ടാവുക. അപ്പം അങ്ങനെ നിങ്ങളുടെ റിലേഷൻ്റെ ഫ്യൂച്ചർ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യരുത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം, പോസിറ്റീവായിട്ട് ഡിസൈഡ് ചെയ്യാം. അതായത് റിലേഷൻ്റെ ഫ്യൂച്ചർ എന്താവും, നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നു, നല്ലൊരു ലൈഫ് നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കണം. അല്ലാതെ ഈ പേഴ്സൺ എന്നെ വിട്ടുപോകും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് കേട്ടോ.
ഹെൽപ്ഫുൾ പീപ്പിൾ എന്നാണ്. അതായത് നിങ്ങൾക്ക് ചുറ്റിനും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അങ്ങനെ കൊളീഗ്സ് ആയിരിക്കാം, അങ്ങനെയുള്ള നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ചുറ്റിനും ആളുകളുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ റിലേഷനിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ഒരു സജഷൻ കൂടി കേൾക്കാം. അതായത് നിങ്ങളുടെ ഭാഗത്താണോ അവരുടെ ഭാഗത്താണോ പ്രശ്നം എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളെ എൻ്റെ ഭാഗത്ത് തെറ്റില്ല, അവൻ്റെ ഭാഗത്താ തെറ്റ്, അല്ലെങ്കിൽ അവളുടെ ഭാഗത്താ തെറ്റ് എന്ന് നിങ്ങൾ സ്വയം നിങ്ങളെ എന്താ പറയുക, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ ഗുഡാണെന്ന് തെളിയിക്കാനായിരിക്കും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവുക. പക്ഷെ ഒരാൾ കേൾക്കുമ്പോഴായിരിക്കും ഓക്കെ ആരുടെ ഭാഗത്താണ് ശരിക്കും പ്രശ്നം എന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട്, അല്ലെങ്കിൽ കൊളീഗ്സ് ഉണ്ടെങ്കിൽ അവരോട് കൂടി ഇത് ഷെയർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റിയിലോട്ട് എത്താം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. പിന്നെ ഈ ക്ലൂസ് എന്താണെന്ന് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി പറയുവാണ്. ക്ലൂസ് എന്ന് പറയുന്നത് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്രമാത്രം കണക്റ്റഡ് ആവുന്നു എന്ന് നോക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. കോഴിക്കോട്, തിരുവോണം, 1999, ലെറ്റർ എ, കാസർഗോഡ്, ചിത്തിര, 2001, പൂരാടം, ലെറ്റർ യു, 1991, 1987, 1993. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.